കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് അലുവാ അതുലിനെ കൊലപ്പെടുത്താൻ പണം പിരിച്ചത് ആരൊക്കെയാണ്? ഇതിനായി നിരോധിത സംഘടനകളുടെ ഫണ്ടിംഗ് ഉണ്ടായിട്ടുണ്ടോ? അലുവാ അതുൽ കൊലപാതകത്തിൽ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിരോധിത സംഘടനകളുടെ ഫണ്ട് അതുൽ വധക്കേസ് പ്രതികൾക്ക് ലഭിച്ചോ എന്നറിയാൻ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എസ് വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, അത്തരം നിരോധിത സംഘടനകളുടെ ഫണ്ട് ഈ അലുവാ അതുൽ കൊലക്കേസിൽ പ്രതികൾക്ക്, അതായത് പണപ്പിരിവിൻ്റെ ഭാഗമായി പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്. ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്? തീർച്ചയായും ടോം, ഈ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടക്കുന്നത് അന്വേഷണ സംഘം. ഇവരുടെ ബാങ്ക് രേഖകൾ, ബാങ്ക് അക്കൗണ്ട് രേഖകൾ, വിവരങ്ങൾ, അതുപോലെ തന്നെ അക്കൗണ്ട് ബാലൻസ് അടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലാണ് പ്രതികൾക്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിൽ ഇവർക്ക് സഹായങ്ങൾ എത്തിച്ചു നൽകിയത് അടക്കമുള്ള വിശദമായിട്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത്. നമുക്കറിയാം, ഈ കടത്തൂർ, വയനകം എന്നീ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ ഒരു കുടിപ്പകയാണ് ഈ ഒരു കൊലപാതകങ്ങൾക്കെല്ലാം കാരണം ആയതെന്നാണ് തന്നെ പോലീസ് കണ്ടെത്തിയത്. ജിൻ സന്തോഷ് വധക്കേസിൽ ആയിരുന്നു ആദ്യം നിരവധി ക്രിമിനൽ അക്രമികളെ പോലീസ് പിടികൂടുകയും അവരുടെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയൊക്കെ ചെയ്തപ്പോഴാണ് ഈ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് നിരവധി ഗുണ്ടാ സംഘങ്ങൾ വിലസുന്നതായും ഒക്കെ ഇന്റലിജൻസിന്റെ വിവരം ലഭ്യമായതും, അതുപോലെ തന്നെ പോലീസ് അത്തരത്തിലുള്ളൊരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതിനായി രൂപീകരിക്കുകയും പ്രതികളെയെല്ലാം പിടികൂടുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം വലിയൊരു സംഭവം ഉണ്ടായത്. അലുവാ അതുൽ എന്ന ഒരു ക്രിമിനൽ നട റോഡിൽ പട്ടാപ്പകൽ ആക്രമണത്തെ കത്തിക്ക് ഇരയായി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ 6 പ്രതികൾ ആയിരുന്നു നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തവർ. ഇവരെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചൊക്കെയാണ് പിടികൂടിയത്. കോട്ടയത്ത് നിന്ന് പിടികൂടിയൊക്കെ ചെയ്ത വലിയ വാർത്തയായിരുന്നു വന്നത്. നിലവിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഇവരെ പാർപ്പിച്ചത് കൊല്ലം ജയിലിലായിരുന്നു റിമാൻഡിൽ കഴിയുന്നത്. ഈ റിമാൻഡിൽ കഴിഞ്ഞ സാഹചര്യത്തിൽ തന്നെ ഇവർക്ക് വധഭീഷണി ഉണ്ട് എന്ന് ചില ഇന്റലിജൻസ് വിഭാഗം ചില വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് ജയിലിൽ വെച്ചോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയോ ഇവർക്ക് വീണ്ടും വധഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്താണ് ഇവരെ തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പുറത്ത്, അതായത് ഈ സ്പെഷ്യൽ അന്വേഷണ സംഘം ഇവരുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സാമ്പത്തിക ഉറവിടങ്ങൾ തേടിയുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ ജിൻ സന്തോഷ് വധക്കേസിൽ സന്തോഷിന്റെ കുടുംബത്തിനെ സഹായിക്കാൻ എന്ന രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പണപ്പിരിവുകൾ നടന്നതായിട്ട് ചില സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഈ പണം ഒന്നും തന്നെ അവരുടെ വീട്ടിൽ എത്തിയിട്ടുമില്ല. ഒരുപക്ഷെ ഈ അലുവാ അതുലിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് ഈ പണം എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് വീണ്ടും ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള കൊലപാതകങ്ങൾ അരങ്ങേറാനുള്ള സാധ്യതയുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിനെ സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രതികൾക്ക് ജയിലിനുള്ളിൽ പോലും വധഭീഷണി ഉണ്ടെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.